ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്നൊരു വർക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആൾറെഡി എൻ്റെ കയ്യിൽ നിറയെ ഫാൻസി പീജിയൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഈ ഒരു ഏവിയറിലോട്ട് സെറ്റ് ചെയ്തപ്പോൾ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വലിയ കേജിലിട്ടപ്പോൾ ചിക്സൊക്കെ നിറയെ ഇറങ്ങി, ബാഡ്സിൻ്റെ എണ്ണം കൂടി. അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ബാഡ്സിനൊന്നും ഒട്ടും പ്രൈസും ഇല്ല, മാർക്കറ്റിങ്ങും ഒട്ടുമില്ല. അതുകൊണ്ട് ഞാനിതിനെല്ലാം വിറ്റിട്ട് ഈ ഏവിയർ ക്ലീൻ ചെയ്യുകയാണ്. അത് വിൽക്കാനുണ്ടായ കാര്യം മാർക്കറ്റിങ്ങും പ്രൈസും ഒന്നുമല്ല. ഈ പീജിയൻസ് വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും, ഇതിന് ഫുഡ് മാത്രമല്ല, നിറയെ സോയിൽ കൊടുക്കും, ബ്രിക്സിൻ്റെ പീസസ് കൊടുക്കും, ആഷസ് കൊടുക്കും. സോ അതെല്ലാം കൊടുക്കുന്നതനുസരിച്ച് അതിൻ്റെ വേസ്റ്റും കൂടും. ഇപ്പോൾ ഇതിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ പീജിയൻസൊക്കെ ആണെങ്കിൽ നല്ല എമൗണ്ടിൽ ഫുഡ് കഴിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ ചിക്സൊക്കെ ഇരിക്കുന്ന സമയത്ത് ഡബിൾ ഫുഡ് കഴിക്കും. അപ്പോൾ അതിൻ്റെ വേസ്റ്റും അതുപോലെ ഈ കൂട്ടിൽ നിറയെ ഉണ്ടാവും. പീജിയൻസിൻ്റെ ഫെതേഴ്സും നിറയാണെങ്കിൽ ഇങ്ങനെ കൊഴിഞ്ഞിട്ടേ ഇരിക്കും. ഇതെല്ലാം കാറ്റെല്ലാം അടിക്കുമ്പോഴാണെങ്കിൽ ഫെതേഴ്സൊക്കെ ഇങ്ങനെ പറഞ്ഞ് വീട്ടിനകത്തോട്ടൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ അതും ഒരു റീസണാണ്. ഞാനാണെങ്കിൽ ഈ ഒരു ഏവിയർ സെറ്റ് ചെയ്ത് തന്നെ ബാഡ്സിനെയൊക്കെ ടാം ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കകത്ത് ഇരുന്നിട്ട് ബാഡ്സിനെയൊക്കെ നല്ലപോലെ ഓപ്പണിൽ വളർത്താൻ പറ്റും. ഇനി ഈ കേജിലുള്ള വേസ്റ്റ് എല്ലാം റിമൂവ് ചെയ്തിട്ട് ഒന്നേന്ന് ഈ ഏവിയർ റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഈ റൂട്ട്, ഇതിനകത്ത് വെച്ചിരിക്കുന്ന കമ്പുകൾ, ഇതെല്ലാം നല്ലപോലെ അറേഞ്ച് ചെയ്യണം. എന്നിട്ട് ചെറിയ ടൈപ്പ് ബാഡ്സാണ് ഇൻട്രസ്റ്റ്, പിന്നെ സൺകണൂർ, ഇതൊക്കെയാണ് പ്ലാൻ. നിങ്ങൾക്ക് ഇതിലിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, ഈ ഫെതേഴ്സൊക്കെ ഈ നെറ്റിലൊക്കെ ഒട്ടിയിരിക്കും. ഇപ്പോൾ കാണാൻ എപ്പോഴും ഒരു ഭംഗിയാണ്. ഈ വീഡിയോ കാണാൻ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ ഡസ്റ്റിനെയൊക്കെ ഒരിടത്ത് വലിച്ച് ഒതുക്കിയിട്ടുണ്ട്. ഇനി ഇതിനെ ചാക്കിലോട്ടാക്കുകയാണ്. ഇപ്പോൾ ഈ ചാക്കിലാക്കണതന്നെ ഇത് നല്ലൊരു വളമാണ്, നമ്മൾക്ക് വെജിറ്റബിൾസിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റും. പീജിയൻസിൻ്റെ വേസ്റ്റ്, ഫുഡിൻ്റെ വേസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് സോയിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കംപ്ലീറ്റ് ആയിട്ട് വാരി ഏകദേശം ഒരു 4-5 ചാക്ക് മൊത്തത്തിലുണ്ടായിരുന്നത് വാരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം വാരിയ ശേഷം ഇതിനെ മാറ്റി വയ്ക്കുകയാണ്. കുറച്ചധികം മണിക്കൂർ എടുത്താണ് ഞാൻ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യണത്. പക്ഷേ വീഡിയോയിൽ ഞാൻ ഷോർട്ടായിട്ടേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും തോന്നും മിസ്റ്റർ ഫിറ്റ്നസ് വേൾഡ് എന്ന ഒരു യൂട്യൂബ് നെയിം കൊടുത്തിട്ട് എന്തിനും ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടണം എന്നുള്ള കാര്യം. അപ്പോൾ നമുക്ക് ഫിറ്റ്നസ് മാത്രം അല്ല, എൻ്റെ ലൈഫിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയണം. ഞാൻ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. സോ ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ വാച്ച് ചെയ്യുക. അല്ലാത്തവരെ ഞാൻ നിർബന്ധിക്കുന്നില്ല ഗൈസ്. അപ്പോൾ ഈ ടൈപ്പ് വീഡിയോ ഒക്കെ ഒരു റിലാക്സിങ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. നമുക്ക് സെൽഫായിട്ട് തന്നെ വീട്ടിൽ തന്നെ നിറയെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനും അതുപോലെയൊക്കെ ചെയ്യണമെന്നേ ഉള്ളൂ. ഈ വേസ്റ്റെല്ലാം ഒരു 5 ബാഗിലായിട്ട് വാരി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫൈനലായിട്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് വാരുകയാണ്. ഈ വേസ്റ്റെല്ലാം കൂടെ ആയിട്ട് വെജിറ്റബിൾ ഗാർഡനിൽ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പോൾ ആ പോണ വഴിയിൽ എൻ്റെ ഗാർഡനിൽ നിന്ന് കുറച്ച് 5 റംബൂട്ടാൻ കിട്ടി, പഴുത്ത് നല്ല റെഡിഷായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.